ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന നല്ല ഭംഗിയിലൊരു ചോക്കർ നെക്ലസ്സാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെക്ലസ്സാണ്. അപ്പോൾ ഇതേ ഡിസൈൻ തന്നെ നമുക്ക് ഹിപ്പ് ചെയിനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. വൈറ്റ് കളർ ബീഡ്സ് 4mm സൈസ് വരുന്നത്, പിന്നെ ചക്കിരി, ഇത് സ്റ്റോൺ ചെയിനാണ്, 3 ലെയറുള്ള 2 കളർ വരുന്ന സ്റ്റോൺ ചെയിനാണ്, പിന്നെ ഹെഡ് പിൻ, ജംബ് റിംഗ്, പിന്നെ ഫാൻസി ത്രെഡാണിത്, പിന്നെ സിൽക്ക് ത്രെഡ്, സൂചി, ഗ്ലൂ, ബാക്ക് ചെയിൻ. പിന്നെ ടൂൾസ് നോക്കാം. ടൂൾസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് തന്നെ കട്ടർ, പ്ലെയർ, സിസേഴ്സ് ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ഫാൻസി ത്രെഡ് എടുക്കാം. ഇത് എംബ്രോയ്ഡറി വർക്കിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എംബ്രോയ്ഡറി മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 2 ജംബ് റിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്കർ നെക്ലസിന് എത്ര ലെങ്ത്ത് വേണോ അതിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് ത്രെഡിൻ്റെ ലെങ്ത്ത് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ജംബ് റിംഗ് ഇതുപോലെ 2 ഭാഗത്തും വെച്ച ശേഷം ഇതിങ്ങനെ 3 ലെയറായിട്ട് മടക്കാം. അപ്പോൾ വീതി നമുക്ക് ആ സ്റ്റോൺ ചെയിൻ ഇതിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള അത്രയും വീതിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നല്ല കട്ടിയുള്ള ത്രെഡാണെങ്കിൽ 2 വരി വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചാൽ മതി. അല്ല ഇതിനേക്കാൾ കട്ടി കുറഞ്ഞതാണെങ്കിൽ പിന്നെ 3 ലെയറിന് പകരം 4 ലെയർ വെച്ചിട്ട് ഇതുപോലെ പരസ്പരം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാം. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ്, ഫെവിക്രിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ത്രെഡ് ആയതുകൊണ്ടും ഇതിലെല്ലാം ഈ ഫാബ്രിക് ഗ്ലൂ തന്നെ ധാരാളം ഒട്ടിച്ച് നന്നായിട്ട് നിന്നോളും. നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ ഒരു ബേസ് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഈ ഫാൻസി ത്രെഡ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ത്രെഡ്, അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ആണെങ്കിലും മുടി നമ്മൾ പിന്നുന്ന പോലെ പിന്നെ എടുത്തിട്ട് ചെയ്യാം. ആ ഒരു ഡിസൈൻ ഞാൻ വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കിയ ശേഷം ഈ ചെയിൻ എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്ത് കണക്കാക്കി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ സ്റ്റോൺ ചെയിൻ ഇതിൻ്റെ മുകളിൽ വെച്ച ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 സൈഡിൽ നിന്നും ത്രെഡും ഉൾഭാഗത്തോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു ഹെഡ് പിന്ന്, ഒരു വൈറ്റ് കളർ മുത്ത്, 2 ചക്കിരിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിലോട്ട് ഒരു ചക്കിരി, ഒരു മുത്ത്, വീണ്ടും ഒരു ചക്കിരി ഓർഡറിൽ ഹെഡ് പിന്നിൽ കോർക്കാം. അത് കോർത്ത ശേഷം നമുക്ക് അതിന് മുകളിലായിട്ടൊരു ലൂപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. വീണ്ടും ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സൈഡിലോട്ട് ചരിക്കാം. വീണ്ടും ബാക്ക് സൈഡിലോട്ട് പതുക്കെ ഇങ്ങനെ വളച്ചിട്ട് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. നല്ല റൗണ്ടിൽ ചെറിയൊരു ലൂപ്പ് മതി, ഒരുപാട് വലുതാവണ്ട. അപ്പോൾ ഇന്നത്തെ നെക്ലസ്സിൽ ഇതുപോലെയുള്ള 16 പീസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എത്രത്തോളം വേണോ അത്രയും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിരുന്നതെല്ലാം ഡ്രൈ ആയി. ഇപ്പോൾ ഇതുപോലെ ഇരിക്കും സൈഡ് വ്യൂവും ബാക്ക് സൈഡൊക്കെ. അപ്പോൾ എല്ലാം നീറ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സിൽക്ക് ത്രെഡിനെ 2 വരി ഒരു സൂചിയിൽ കോർത്തെടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ കെട്ടിട്ട ഭാഗം 2 അറ്റവും കൂടി ചേർന്ന് കെട്ടിട്ട ഭാഗം എടുത്ത് ഈ ഫാൻസി ത്രെഡിലാണ് നമ്മൾ ഒരറ്റത്ത്, അതായത് 3 ലെയറും കൂടി ചേർത്ത് പിടിച്ചിട്ട് നന്നായിട്ട് ചുറ്റി ഒരു 2-3 കെട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ടൈറ്റ് ചെയ്യാം. പിന്നെ ഈ സ്റ്റോൺ ചെയിൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ സാരിയുടെയും ബ്ലൗസിൻ്റെ എല്ലാം അരികിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ്. എംബ്രോയ്ഡറി മെറ്റീരിയൽസ് കിട്ടുന്ന കടയിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അതുമാത്രമല്ല നമ്മൾ ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുന്നത് കൊണ്ട് മാലയായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വളഞ്ഞു നിൽക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചോക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഹിപ്പ് ചെയിനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 3 ലെയർ ഒട്ടിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ വീതി കൂടിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ വീതി കുറച്ചുകൂടി കൂടിയത് വേണമെങ്കിൽ ഇതേപോലെ ഒട്ടിച്ച് നമുക്ക് ഹിപ്പ് ചെയിനായിട്ട് യൂസ് ചെയ്യാം. അതും സാരിയുടെ മേലെയല്ല, ഇതുപോലെ കളർ സാരിക്ക് മാച്ചായിട്ടൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് മുത്ത് ഇതിലോട്ട് കോർക്കുകയാണ്. അതിനായിട്ട് താഴത്തെ ഒരു ലെയറിൽ മാത്രമാണ് നമ്മൾ തുന്നുന്നത്. അപ്പോൾ ഏറ്റവും താഴെ വരുന്ന ലെയർ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെയും ഈ മുകളിൽ വരുന്ന ഓരോ സ്റ്റോണിൻ്റെ 2 സ്റ്റോണിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടിയാണ് നമ്മൾ തുന്നുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ കോർത്ത് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ഇടയിൽ എവിടെയൊക്കെ മുത്ത് വേണ്ടോ അവിടെയെല്ലാം ഓരോ മുത്ത് കോർക്കും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുത്തിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിതുപോലെ കോർത്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ മുത്ത് കോർക്കുന്ന ആ ഭാഗത്ത് മാത്രം നൂല് കുറച്ച് ലൂസാക്കി ഇടണം, എങ്കിലേ അത് ഫ്രീ ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നല്ല ടൈറ്റായിരിക്കും, അതിനോട് ചോക്കറിനോട് ചേർന്നിരിക്കും. അപ്പോൾ അത് കോർത്ത ശേഷം വീണ്ടും നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 സ്റ്റോൺ കഴിയുമ്പോഴാണ് ഒരു മുത്ത് കോർത്തിരിക്കുന്നത്. അതായത് കളർ ചേഞ്ച് വരുന്ന ഭാഗത്ത് മാത്രമാണ് ഓരോ മുത്ത് കോർത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വേണ്ടതിനേക്കാൾ കുറച്ച് മുത്ത് മതി എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഗ്യാപ്പ് വിട്ടിട്ട് മുത്ത് കോർത്താൽ മതി. അല്ല ഇനി കുറച്ചുകൂടി കൂടുതൽ മുത്ത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അത്രയും മുത്ത് കോർക്കാം.
അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് കളർ മുത്ത് മാത്രമാണ് കോർക്കുന്നത്. ഇപ്പോൾ സ്റ്റോൺ ചെയിന് മാച്ചായിട്ട് റെഡ് കളർ മുത്തും വൈറ്റ് കളർ മുത്തും കൂടി നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വേണമെങ്കിലും കോർക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ കളർ മുത്തും ഇതിൻ്റെ ഇടയിലൂടെ കോർത്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളർ മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മുത്തില്ലാതെ ഈ സ്റ്റോൺ ചെയിൻ മാത്രം പ്ലെയിൻ ആയിട്ടും യൂസ് ചെയ്യാം, അതും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈറ്റ് കളർ സ്റ്റോണിൻ്റെ ചെയിൻ മാത്രം ഒട്ടിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്രീ ആയിരിക്കണം, മുത്തുകളെല്ലാം നന്നായിട്ട് ആടുന്ന പോലെ ഫ്രീ ആയിട്ടിരിക്കണം. അപ്പോൾ അതേപോലെ നമ്മൾ മുഴുവനും ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ മറ്റേ അറ്റത്തും ഇതേപോലെ നമ്മൾ ആദ്യം കെട്ടിയ പോലെ തന്നെ 3 ഈ ഫാൻസി ത്രെഡും കൂടി ചേർത്ത് പിടിച്ച് നന്നായിട്ട് ചുറ്റണം. ചുറ്റിയ ശേഷം 2-3 കെട്ടിട്ട് നമുക്കവിടെ അറ്റം ബാക്കി വരുന്നത് മാത്രം ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാം. ഇപ്പം നമ്മൾ താഴത്തൊരു ലെയർ മാത്രമാണ് മുത്ത് കോർത്തത്. അപ്പം മുകൾ ഭാഗത്ത് ഇതേപോലെ മുത്തില്ലാതെ ഒരു റൗണ്ട് വെറുതെ ഒന്ന് മുകളിൽ വരുന്ന ആ ഒരു ലെയർ ഫാൻസി ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കോർത്ത് ഇതേപോലെ മുകൾ ഭാഗത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സേഫായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വിട്ട് വരാതിരുന്നോളും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ 2 ജമ്പറിങ്ങിലും ബാക്ക് ത്രെഡ് കോർക്കുക എന്നാണ്. ബാക്ക് ത്രെഡിന് പകരം ബാക്ക് ചെയിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ബാക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ മാലകളിലെല്ലാം ബാക്കിൽ കോർക്കുന്ന യെല്ലോ കളർ ത്രെഡ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 5 രൂപയാണ് ഒരെണ്ണം നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ഈ ജമ്പറിങ് ഒന്ന് അകത്തിയ ശേഷം ഈ 2 ഭാഗത്തും ഇതേപോലെ കോർത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.